അല്ല, ഒരൊറ്റ വരിയിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഇത് വിട്ടുപോകും. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതും കൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ. വാദം നമ്മൾ മുഖവിലേക്ക് എടുത്താലുള്ള പ്രശ്നം വേടന്റെ കേസിൽ കോടതിയുടെ ചോദ്യം ചെയ്യലിനെ ഭാഗ്യലക്ഷ്മി ചേച്ചി ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ഭാഗ്യലക്ഷ്മി ചേച്ചി ഇരട്ടത്താപ്പാട് ഭാഗ്യലക്ഷ്മി ചേച്ചി കോടതി സംശയം പ്രകടിപ്പിച്ചാൽ വേടന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചാൽ ഈ ട്രയൽ തുടങ്ങിയ ദിവസം മുതൽ തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ അവൾ നിരന്തരം പറയുന്നുണ്ടായിരുന്നു, എനിക്കിനി പോകണ്ട, ഞാനിനി പോകുന്നില്ല, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്തരത്തിലാണ് അവിടെ ഉള്ള പെരുമാറ്റം കോടതിയുടെയും അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്നവരുടെ പരിഹാസങ്ങളും. നമുക്കറിയാം പൊതുവെ ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമ കേസുകൾ കോടതിയിൽ വരുമ്പോൾ അത് ട്രയൽ സമയത്ത് ഈ അതിജീവിതമാർ എപ്പോഴും വീണ്ടും 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 ബലാത്സംഗത്തിന് ഇരയാവാറുണ്ട്. അതായത് വെർബൽ റേപ്പ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇത് ഇവിടെ എല്ലാ കേസിലും പതിവ് തന്നെയാണ്. പക്ഷേ ആ നിമിഷം ആ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദന എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല എന്താണ് അവിടെ അത് ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ആ ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത് മുഴുവനും മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവൾ അനുഭവിച്ച അവളുടെ അനുഭവങ്ങളാണ് അവൾ ഈ കത്തിൽ വളരെ ചെറുതായിട്ടേ അവൾ പറഞ്ഞിട്ടുള്ളൂ. സത്യത്തിൽ അവൾ പൂർണ്ണമായിട്ട് അത് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഇപ്പോൾ പ്രശാന്തൊക്കെ ഇരുന്ന് ശ്രീജിത്ത് പണിക്കരൊക്കെ ഇരുന്ന് എപ്പോഴും പറയാറുണ്ട് കോടതിക്ക് തെളിവുകൾ വെച്ച് മാത്രമേ. ശരിയാണ്, കോടതിക്ക് തെളിവുകൾ വെച്ച് മാത്രമേ ഒരു കേസിന് വിധി പറയാൻ സാധിക്കുള്ളൂ. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കിട്ടിയ തെളിവുകൾ കിട്ടാത്ത മാതിരി ഇരിക്കുകയും പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തതുപോലെ ഇരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ശ്രീജിത്ത് ചെയ്യേണ്ടത്? ഇത് ആദ്യമായിട്ട് അതിജീവിത ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അതിജീവിത വിവിധ ഘട്ടങ്ങളിൽ അത് ഉന്നയിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാദം തെറ്റാണ്. 2020 ഇത് വേറൊരു ഡയറക്ഷനിലേക്ക് പോവുകയാണ് എന്ന് തോന്നിയ സമയത്ത് ആ സമയം മുതൽ നീതി പ്രതീക്ഷിച്ചില്ല എന്ന് അതിജീവിത പറയുമ്പോൾ ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ജഡ്ജിന് ബയാസ് ഉണ്ട് എന്ന് പറയുന്ന കാര്യം അന്നും പറഞ്ഞിരുന്നു. വിധി എതിരായതുകൊണ്ട് ആള് അഭിപ്രായം പറയുകയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാം. പക്ഷേ ആ വിധിയിൽ തൃപ്തിയില്ല എങ്കിൽ അതിലെ അതിജീവിതയ്ക്ക് ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കാനുള്ള റൈറ്റ് ഉണ്ട്, ധാർമ്മികമായിട്ടും റൈറ്റ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷേപമൊന്നും എനിക്കില്ല. പക്ഷേ അവർ ചെയ്യേണ്ടുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് നീങ്ങുക, അപ്പീൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവർക്ക് നിയമപരമായിട്ടുണ്ട്. അത് സ്വീകരിക്കുക. സർക്കാരാണ് പോകേണ്ടതെങ്കിൽ, പ്രോസിക്യൂഷനാണ് പോകേണ്ടതെങ്കിൽ, അതിജീവിതയ്ക്ക് സ്വയം പോകാനുള്ള പ്രൊവിഷനുണ്ട്, അത് ഉപയോഗിക്കുക. അതാണ് നിയമപരമായിട്ട് ചെയ്യേണ്ടത്. 100% ഞാൻ യോജിക്കുന്നു. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിയമപരമാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഓപ്പൺ കോർട്ടിൽ ഇത് കേൾക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ CRPC 327 അനുസരിച്ച് എല്ലാ ക്രൈമുകളും ഓപ്പൺ കോർട്ടിൽ കേൾക്കുമ്പോൾ പോലും റേപ്പുമായി ബന്ധപ്പെട്ട് 376A മുതൽ E വരെയുള്ള എല്ലാ വകുപ്പുകളും, ഇതിൽ D ആണ്, അതുള്ള എല്ലാ വകുപ്പുകളും ഉള്ള കേസുകൾ കേൾക്കുന്നത് ഇൻ ക്യാമറയാണ്. അത് ഷാൽ ഹിയർ എന്നാണ് പറയുന്നത്. മേയും ഷാലും ഉപയോഗിക്കുന്നതിൻ്റെ എന്താണ് സാങ്കത്യം എന്നതിനെക്കുറിച്ച് ശ്രീ ജോസഫിന് അറിയാം, ശ്രീ പ്രശാന്തിന് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്കറിയില്ല. പിന്നെ നീതി നടപ്പാക്കുക അല്ലെങ്കിൽ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി ചേച്ചി എന്തുകൊണ്ടാണ് എൻ്റെ പേര് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ശ്രീജിത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ശ്രീജിത്ത് മാത്രമല്ല അത് പറയുന്നത്, അത് നമ്മുടെ നാട്ടിലെ നിയമമാണ്. എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ എവിഡൻസിനെ അപ്രീഷിയേറ്റ് ചെയ്തതിന് ശേഷം
ഒരു തരത്തിലും ഒരാളിനെ കുറ്റവാളിയാണ് എന്ന് കാണാൻ കഴിയാത്ത സാഹചര്യം ഉള്ളപ്പോൾ മാത്രമേ അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്ന പൂർണ്ണമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സിസ്റ്റമാണ്. അത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതല്ല. പിന്നെ ഭാഗ്യലക്ഷ്മി ചേച്ചി എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് വ്യക്തിപരമായി വലിയ സ്നേഹമുള്ള, എന്നോട് സ്നേഹമുള്ള, നല്ല സൗഹൃദമുള്ള ആളാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. ഞാൻ ഈ അടുത്തിടെയായിട്ട് ഈ വിധി വന്നതിന് ശേഷം അതിലെ സേലിയന്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ഞാൻ സ്വകാര്യമായിട്ട് അതിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിനർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് ആരെയെങ്കിലും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ വിഷയമല്ല, അതിലെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ വിധിയെ എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ്. അതാണ് കോണ്ടെക്സ്റ്റ് എങ്കിൽ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനത് പറയുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. നമ്മുടെ കാർഡ്സ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. എന്താണ് നമ്മുടെ കയ്യിലുള്ള നിയമപരമായിട്ടുള്ള പ്രൊവിഷൻ? ആ പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്പീൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അപ്പീലിൽ പോവുക എന്നുള്ളതാണ് പ്രധാനം. ഇതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ ഇപ്പൊ നമുക്കറിയാം, ഗൂഢാലോചനയാണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രതി അതിൽ പറയുന്നു. അതിനനുസരിച്ച് ദിലീപാണ് കൊട്ടേഷൻ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ദിലീപിനെതിരെ അന്വേഷണം നടത്തുന്നു. രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള മാർട്ടിൻ ഇതേപോലെ മറ്റ് 3-4 സിനിമാ പ്രവർത്തകർക്കെതിരെ അവർ ദിലീപിനെ കൊടുക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കൊട്ടേഷനാണ് എന്ന രീതിയിൽ പറയുന്നു. അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഭാഗ്യലക്ഷ്മി ചേച്ചി അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ നിലപാട് തന്നെ എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. നിലപാടുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്കയുടെ ചെയറിലിരിക്കുന്നയാൾ സിനിമ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. ഞാൻ പറയുന്നത്, ഭാഗ്യലക്ഷ്മി ചേച്ചി, നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, 2 അതിലധികമോ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ, രാജിഭീഷണി മുഴക്കിയതായിട്ടോ, രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഒരൊറ്റ വരിയിൽ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഇത് വിട്ടുപോകും. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതും കൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടും അല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ. വാദം നമ്മൾ മുഖവിലേക്ക് എടുത്താലുള്ള പ്രശ്നം വേടന്റെ കേസിൽ കോടതിയുടെ ചോദ്യം ചെയ്യലിനെ ഭാഗ്യലക്ഷ്മി ചേച്ചി എടുക്കും. ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും ഇരട്ടത്താപ്പാട് ഭാഗ്യലക്ഷ്മി ചേച്ചി. കോടതി സംശയം പ്രകടിപ്പിച്ചാൽ വേടന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചാൽ IT എക്സ്പെർട്ടിന്റെ കാര്യം ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഈ വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പോലീസിനെ പേടിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദിലീപ് തന്റെ ഫോണിൽ നിന്ന് ചില കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് നേരത്തെ പറഞ്ഞത് പോലീസിനെ പേടിച്ചിട്ടാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ശ്രീ ജോസഫ് സി മാത്യു. പിന്നെ എന്താണ് ഈ കോടതി രേഖകൾ തന്റെ ദിലീപിന്റെ ഫോണിൽ നിന്ന് മായ്ച്ചത് എന്ന് പറയണ്ടേ എന്ന് പറഞ്ഞു. താങ്കൾ വിധി വായിച്ചില്ല. വിധിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കോടതിയുടെ A കാറ്റഗറി ഡോക്യുമെന്റ് ആണത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണത്? ഈ മെമ്മറി കാർഡിന്റെ ഒരു ക്ലോൺ എടുക്കണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു. അത് അവസാനം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു ശരി, ക്ലോൺ എടുക്കൂ. ആ ക്ലോൺ എടുക്കുന്ന എവിടെ നിന്നാണ്? CFSL ചണ്ഡീഗഡിൽ. CFSL ചണ്ഡീഗഡിലേക്ക് ഇത് അയക്കുന്നതിന് വേണ്ടി ദിലീപ് ആവശ്യപ്പെട്ട പ്രകാരമായതുകൊണ്ട് അതിന്റെ കോടതി ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള A കാറ്റഗറി ഡോക്യുമെന്റ് ആണ് അയച്ചിരിക്കുന്നത്. ആ ഡോക്യുമെന്റ് ആർക്കൊക്കെ അവൈലബിൾ ആണ്, പബ്ലിക് ഡോക്യുമെന്റ് ആണ്, വളരെ കൃത്യമായിട്ട് ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ തെളിവുകളെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്ന സമയത്ത് നീതി എന്നത് തുല്യനീതിയാണ്. രണ്ടുപേർക്കും കിട്ടണം. ഇപ്പോൾ വലിയൊരു നറേറ്റീവ് നേരത്തെ തന്നെ ചർച്ചകളിൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാം പറഞ്ഞല്ലോ, ഈ സംഭവം നടന്നിരുന്ന സമയത്ത് ദിലീപ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് എന്ന് രേഖയുണ്ടാക്കി എന്ന്. ദിലീപിന്റെ ഭാഗമെന്ന് ആരും പറഞ്ഞില്ല, കാരണം അവർ പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ വിധിയിൽ പറയുന്നുണ്ടല്ലോ, ദിലീപിന്റെ വക്കീൽ എന്താ കോടതി പറഞ്ഞത്? ഞങ്ങൾ ഒരു രേഖയും ഉണ്ടാക്കിയിട്ടില്ല.
ആകെ ദിലീപ് ഒരു ദിവസം 3 മണിക്കൂർ IV ഇടാൻ എന്തോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ദിലീപ് അവിടെ ഇല്ല, മറ്റൊരു സ്ഥലത്താണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. 19-ാം തീയതിയോ മറ്റോ ഏതോ ഒരു ഡേറ്റിൽ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ദിലീപ് ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് 2 ദിവസങ്ങളിൽ ഷൂട്ടിലുണ്ടായിരുന്നു. ദിലീപ് ഈ അഡ്മിറ്റ് ആണ് എന്ന് പറയുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് വേണമെങ്കിൽ അങ്ങോട്ട് തരാം എന്നാണ് രാംപിള്ള വക്കീൽ പറഞ്ഞത്. അപ്പൊ ഇതുവരെ പറഞ്ഞിരുന്ന ഈ നറേറ്റീവ് ഇവിടെ നിന്ന് വന്നതാണ്. അതേപോലെ ദിലീപ് പറഞ്ഞു 8-ാം തീയതി ഈ സൗണ്ട് തോമ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൾസർ സുനിയുമായിട്ട് ഗൂഢാലോചന നടത്തി കാരവാനിൽ വെച്ച് എന്ന് പറഞ്ഞു. അന്ന് മുതലുള്ള ഇവരുടെ വാദം എന്തായിരുന്നു? കോടതിയിൽ പറഞ്ഞിരുന്ന ആദ്യത്തെ വാദമാണ് 3-ാം തീയതി വരെ മാത്രമേ അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എഴുപുന്നയിലാണ് ടവർ ലൊക്കേഷൻ നോക്കാൻ പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു? പോലീസ് ടവർ ലൊക്കേഷൻ കൊണ്ടുവന്നില്ല. പിന്നെ അവസാനം ടവർ ലൊക്കേഷൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നപ്പോഴോ ഈ സംഭവം നടക്കുന്ന സമയത്ത് സ്വിഫ്റ്റ് ജംഗ്ഷനിലോ മറ്റോ നടക്കുന്നു എന്ന് പറയുന്ന സംഭവത്തിന് ദിലീപ് ഇരിക്കുന്നത് എഴുപുന്നയിൽ. പ്രശ്നം സത്യത്തിൽ പരിഹരിച്ചിരിക്കുന്ന ആരാണ്? ജോസഫ് അസ്വസ്ഥനാവല്ലേ? ഇത് പരിഹരിച്ചിരിക്കുന്നത് ആരാ? പോലീസാണ്. അത് ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ അവിടെ നിന്നിട്ട് സമ്മതിക്കുന്നുണ്ടല്ലോ. ഇത് അന്വേഷിച്ചിരുന്നത് പോലീസാണ്, അതിൽ പൾസർ സുനി എന്ന് പറയുന്ന ഒരാളുടെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ കോടതി അങ്ങോട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയാണോ അന്വേഷണം നടത്തേണ്ടത്? പോലീസ് അന്വേഷിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ട് ഇൻഫർമേഷൻ ഉള്ളപ്പോൾ അത് എടുക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ 2 ഭാഗവും പറയണ്ടേ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.